രാജമോഹൻ ചേട്ടാ, ഇന്നിപ്പോ രാവിലെ പുറത്തു വരുന്ന ചില വാർത്തകൾ പ്രകാരം കിറ്റക്സ് ഉടമ അതായത് സാബു എം ജേക്കബ് ജനുവരി 22-നാണ് രാജീവ് ചന്ദ്രശേഖറിനൊപ്പം BJP-യിലേക്ക് പോകുന്നുവെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. തുടർന്ന് 2020 എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് നിരവധി പേർ രാജിവെക്കുകയും മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുകയും ചെയ്തു. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന വാർത്ത ED പേടിച്ചിട്ടാണ്. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കിറ്റക്സിനെതിരെ അന്വേഷണം നടത്തുമെന്ന ഒരു മുന്നറിയിപ്പ് അദ്ദേഹത്തിന് നേരത്തെ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം 2020 BJP-യിലേക്ക് പോകാനുള്ള കാരണമായി പറയപ്പെടുന്നത്. നമുക്കിതിനെ ഏത് തരത്തിൽ വിലയിരുത്താം? നമ്മളതിനെ ലഘൂകരിക്കുകയാണ്. സാബു ജേക്കബ് ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല, അധികാരത്തോട് ആഗ്രഹമുള്ള ഒരാളുടെയാണെന്ന് മനസ്സിലായി. കാരണം ഇവിടെ ഈ GST പ്രശ്നവും റെയ്ഡും ഒക്കെ നടക്കുന്നതിന് മുമ്പ് ലോക്കൽ ബോഡിയിൽ മത്സരിച്ച് കിഴക്കമ്പലത്തും പല വാർഡുകളിലും മത്സരിച്ച് പഞ്ചായത്ത് ഭരണം വരെ പിടിച്ചെടുക്കുന്ന ആ ഒരു സ്റ്റൈലിലുള്ള വർക്കായിരുന്നു. മഴുവന്നൂർ, ഐക്യനാട്, പുത്തൻകുരിശ്, വടവ്, ഇത് അങ്ങനത്തെ ഒരു രാഷ്ട്രീയ ശൈലി, പ്രവർത്തന ശൈലി പിന്തുടർന്ന ആളാണ് സാബു. അപ്പോൾ സാബു കേവലം ബിസിനസ്സുകാരൻ മാത്രമല്ല. പിന്നെ രണ്ടാമത്, സാബു എങ്ങനെ കേരളത്തിലെ ഇവരുടെ ശത്രുവായി എന്ന് പറഞ്ഞാൽ അവിടെ ഇടതുപക്ഷ MLA അവിടെ ജയിക്കുന്നു. സജീന്ദ്രനല്ല, ശ്രീനിജൻ. ശ്രീനിജനാണ് കഴിഞ്ഞ 2021 ജയിച്ചത്. ശ്രീനിജൻ ജയിക്കുന്നതോടുകൂടി ശ്രീനിജനും സാബുവായിട്ട് ആരാണ് വലിയവൻ, കിഴക്കമ്പലത്ത് ആരാണ് വലിയവൻ എന്നുള്ള തർക്കം തുടങ്ങുകയാണ്. ആ തർക്കം ഇവരെ രണ്ടുപേരെ അകറ്റുകയാണ്. CPM പ്രകടമായി ആർക്കെതിരായി? സാബുവിന് എതിരായി. കേരളത്തിലെ ഏറ്റവും നല്ല വ്യവസായ സ്ഥാപനം നടത്തി ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന സാബുവിനെ ഒറ്റപ്പെടുത്തുന്നതിൽ വ്യവസായ മന്ത്രിയായ എറണാകുളം ജില്ലയിലെ പി രാജീവും കൂടെ നിൽക്കുകയായിരുന്നു. ആ കൂട്ടത്തിൽ കോൺഗ്രസ്സുകാരും ചേർന്നു, ബെന്നി ബെഹനാനും അതുപോലുള്ളവരും കൂടെ ചേർന്നു. അങ്ങനെയാണ് സാബു മുഖ്യധാരയിൽ നകലാണ്. പിന്നെ സാബുവിന് ഒരു ഫുട്ബോൾ വേണം. എവിടെ? സാബുവിൻ്റെ ഈ പ്രവർത്തനം തുടരുകയും വേണം, ബിസിനസ്സും തുടങ്ങണം. എന്ത് ചെയ്യണം? ആ ഓൾട്ടർനേറ്റീവിൻ്റെ പ്രഷർ ആര് ഉപയോഗിച്ചിരിക്കുകയെന്ന് ആലോചിക്കാനുള്ളൂ. അല്ല, ഞാൻ ഇതിൽ പറയുന്നത് സാബു എം ജേക്കബിന് 2 തവണ സാബുവിൻ്റെ കമ്പനിക്കെതിരെ, കിറ്റക്സ് കമ്പനിക്കെതിരെ ED നോട്ടീസ് നൽകിയിരുന്നു. സാബു ഹാജരായിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് 2020-യിലേക്കുള്ള പ്രവേശനം. കിറ്റക്സ് ഗ്രൂപ്പിനെതിരെ FEMA നിയമലംഘനത്തിലാണ് ED കേസെടുത്തത്. വിദേശത്തേക്ക് പണമയച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു അന്വേഷണം. ഇതിൻ്റെ ഭാഗമായി 2 തവണ നോട്ടീസ് അയച്ചെങ്കിലും സാബു എം ജേക്കബ് ഹാജരായിരുന്നില്ല. പകരം ചാർട്ടേഡ് അക്കൗണ്ടിനെ അയക്കുകയായിരുന്നു. വിഷയത്തിൽ അന്വേഷണം മുറുകുന്നതിനിടെയാണ് സാബുവിൻ്റെ 2020 NDAയുടെ ഭാഗമാവുമെന്നാണ് പറയുന്നത്. BJP പോസ്റ്റിംഗ് എന്ന് പറയും. ഇങ്ങനെ ഒരു വേട്ടയാടലുണ്ട്. ആ വേട്ടയാടൽ എല്ലാ രംഗത്തും രാഷ്ട്രീയ, ഇപ്പോൾ ചിദംബരത്തിൻ്റെ വീട്ടിൽ പോയി കിട്ടിയില്ല, ഓരോരുത്തരെയും ടാർഗറ്റ് ചെയ്ത് നാഷണൽ ഹെറാൾഡ് വിഷയത്തിൽ അവർക്ക് BJP ചേരാൻ പറ്റാത്തതുകൊണ്ടാണ്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കൊക്കെ BJP ചേരാനുള്ള മറ്റെല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്. അവരുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടും. സാബുവിനത് പ്രശ്നമല്ല. സാബുവിന് ഇവിടുത്തെ ഫുട്ബോൾ കിട്ടിയാൽ മതി. ഇപ്പോൾ തെലങ്കാനയിലാണ്, നാളെ മഹാരാഷ്ട്ര വേറെ കിട്ടിയിരിക്കട്ടെ. സാബുവിന് ലാഭമല്ലേ കച്ചവടം? ലാഭമുള്ള കച്ചവടമാണ് സാബു ചെയ്യുന്നത്, നട്ടക്കച്ചവടമല്ല. ട്രംപിൻ്റെ കൂട്ടാണ്, ഐ എം എ ട്രേഡർ. സാബു തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് നല്ല ബാർഗെയിനിങ് ആര് കൊടുത്തു കാണും? കോൺഗ്രസിനോ CPM-നോ ഓഫർ ചെയ്യാൻ പറ്റുന്നതിനേക്കാളുള്ള നല്ല ബാർഗെയിനിങ് BJP കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ സാബുവിൻ്റെ രണ്ട് തൊഴിലും തുടരാം. വ്യവസായം തൊഴിലും ഇവിടുത്തെ സർവീസ് എന്നുള്ള പല രാഷ്ട്രീയ കക്ഷിയുടെ മുഖം മൂടി സാബുവിന് കൊണ്ടുണ്ടാക്കാൻ പറ്റും. അതാണ് സാബു കാണിച്ചിരിക്കുന്ന ബുദ്ധി. പിന്നെ രണ്ടാമത്, ഇങ്ങനെയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കൊണ്ട് ജനങ്ങൾ, ഇപ്പോൾ സാബു ആരാണെന്ന് കിഴക്കമ്പലത്തെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു അല്ലേ? സാബുവിൻ്റെ സാബുവിനുണ്ടായിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് തന്നെ അവിടുത്തെ ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ചെറിയ കാര്യമല്ല. ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ സാബുവിനെ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗം, അത് കോൺഗ്രസ് മിഡിൽ ക്ലാസ് പോപ്പുലേഷനാണ്, കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന പോപ്പുലേഷനാണ്. സപ്പോർട്ട് ചെയ്യുന്ന പോപ്പുലേഷൻ പലരും തിരിച്ച് കോൺഗ്രസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കച്ചവടത്തിൽ ആത്യന്തിക ലാഭം ഉണ്ടാകാൻ പോകുന്ന കോൺഗ്രസിനാണ്. കാരണം ശ്രീനിജനുമായിട്ട് യാതൊരു കാരണവശാലും പിന്നെ പേര് മാറിപ്പോരാണ്. ശ്രീനിജനുമായി ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ ആർക്കും പറ്റിയല്ല. സാബുവിന് പറ്റിയല്ല, സാബുവിൻ്റെ അണികൾക്കും പറ്റിയല്ല. ശ്രീനിജന് ആ നാട്ടിൽ ആകെപ്പാടെ ഓരോ ദിവസം ചെല്ലുന്നതോറും കൂടുതൽ ആൾക്കാർ അകന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കിനി പോകാനുള്ള മാർഗം കോൺഗ്രസ്സേ ഉള്ളൂ. അങ്ങനെ ഒരു ഗുണമുണ്ട്. സാബുവിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ കോൺഗ്രസ്സിലേക്ക് പോകും. അത് കഴിഞ്ഞ പ്രാവശ്യം പോയത് മുഴുവൻ ഏറെക്കുറെ അതേപടി കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വരും. കാരണം BJP-യുടെ കൂടെ കൂടാൻ സാബുവിൻ്റെ കൂടെ പോയ പഴയകാല കോൺഗ്രസ്സുകാർക്കോ CPM-കാർക്കോ സാധിക്കില്ല. അതാ കാര്യം.
അവരുടെ തിരിച്ചുവരവ് കോൺഗ്രസിന് ഗുണമാകും. തീർച്ചയായിട്ടും. അപ്പോൾ ആ സാബുവിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ചുള്ള ചർച്ച വരും, പൊളിറ്റിക്കൽ ഫോളോ ഔട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഒത്തിരി പാർട്ടികൾ ചിലർ വന്നു പോയിട്ടുണ്ട്. സാബുവിനെ പോലെ തന്നെ പാലായിൽ എന്നാ ബ്രദേഴ്സാണ്, പുളിക്കക്കണ്ടം ബ്രദേഴ്സാണ്, ബിനു പുളിക്കക്കണ്ടം, അവർ ചേട്ടാനിമാരും മകളും UDF-ന്റെ കൂടെയാണ് 3 പേര് ജയിച്ചു ഇല്ലേ? ഒരു കുടുംബത്തിന് 3 പേര് ജയിക്കുക. സാബുവിനേക്കാൾ കുറേ ചെറിയ ക്യാൻവാസാണ്. ഒരു പാലാ മുനിസിപ്പാലിറ്റിയിലെ ചെറിയ ക്യാൻവാസിലാണ് അവർ ചിത്രം വരച്ച ആ വരച്ച ചിത്രത്തിൽ അവർ ജയിച്ചു, ഭംഗിയായിട്ട് വരച്ച് കയറും. തീർച്ചയായിട്ടും സാബുവിന് കിടക്കുമ്പോഴും സാധിച്ചത് അതിനപ്പുറത്തേക്ക് കിടത്താൻ സാബുവിന് പറ്റും. പക്ഷെ എന്താണെന്നറിയോ, ഈ നമുക്കറിയാലോ കഴിഞ്ഞ 2016 ഇലക്ഷനിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VP ശ്രീനിധൻ അത്യാവശ്യം നല്ല മാർജിനിലാണ് ജയിച്ചത്. 2021 വരുമ്പോൾ 2020 ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. 2020 ഏകദേശം 40,000-ഓളം വോട്ട് പിടിച്ചു. അവിടെ ശ്രീനിധൻ ജയിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് 2020 പിടിച്ച 40,000-ഓളം വോട്ടുകളായിരുന്നു എന്ന് പറയുന്നു. അല്ല, ആ 40,000 വോട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ഉർവശി സാബു ഉപകാരമായി എന്ന് പറഞ്ഞ പോലെ കിറ്റക്സ് സാബു അല്ലെങ്കിൽ ആ പാർട്ടി 2020 പാർട്ടി BJPയോട് അലയൻ ചെയ്യാൻ തീരുമാനിച്ചത് തീർച്ചയായിട്ടും ഇവിടെ ലാഭം കിട്ടാൻ പോകുന്ന ആർക്കാണ്? CPM-നോടാ ചേരാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ലാഭം കിട്ടിയത് കോൺഗ്രസിന് കിട്ടണമെന്നില്ല. അതുപോലെ കോൺഗ്രസിലേക്ക് ചേരാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ 2 വോട്ടർക്ക് ഇരട്ടി ലാഭം കിട്ടിയത്. അതിൻ്റെ കാരണം കോൺഗ്രസിൻ്റെ വോട്ട് ഭയങ്കരമായിട്ട് കുറവ് വന്നു. സാബുവിൻ്റെ പാർട്ടി വന്നേ പിന്നെ ആ വോട്ടുകൾ തിരിച്ചു വരുന്നതിന് മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. ആ വോട്ട് തടയാൻ ഇനി ആർക്കെങ്കിലും പറ്റുമോ? ഇനി രണ്ടാമത്, ഈ കൂട്ടത്തിൽ BJPക്ക് നഷ്ടക്കച്ചവടം വരും. BJPക്ക് അവിടെ ഉള്ളത് 15,000 മാത്രമേ ഉള്ളൂ. ബാക്കി ജയിക്കാനുള്ള വോട്ട് കിട്ടുമോ? സാബുവും BJPയും കൂടെ കൂടിയാ കിട്ടില്ല. അതിൻ്റെ ഗുഡ് വിൽ ഉണ്ടാക്കിയതിൻ്റെ ഒരു എക്സ്ട്രാ കുറേ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചു. ഈ കൂട്ടത്തിൽ 2, 4 അതിനൊക്കെ കുറച്ചുകൂടെ കൂടുതൽ കിട്ടിയാൽ പോലും അവിടെ ജയിക്കാനുള്ള വോട്ട് ആകുന്നില്ല. അവിടെ സംഭവിക്കുന്നത് CPM-ന് ഇപ്പോൾ ഉള്ള കുറേ വോട്ടുകൂടെ UDF-ലേക്ക് വരും. VP സജീന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ ഈസിയായിട്ട് ജയിക്കും. സജീന്ദ്രനല്ല കൊള്ളാവുന്ന ഏതെങ്കിലും, അത് കോൺഗ്രസിൻ്റെ പാരമ്പര്യമുള്ള സംവരണ മണ്ഡലമാണല്ലോ. അല്ല, സംവരണ മണ്ഡലമാണ്. എന്നാൽ പോലും ഒരു കോൺഗ്രസ് പാരമ്പര്യമുണ്ട് കുന്നത്തനാട്. തീർച്ചയായിട്ടും അവിടുന്ന് ഒത്തിരി കോൺഗ്രസിൻ്റെ മുസ്തഫ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ജയിച്ചതല്ല, അവിടെ നേതാക്കന്മാരുണ്ടായിരുന്നു. അങ്ങനെ ആ കുന്നത്തനാടിൻ്റെ പാരമ്പര്യം ഒരു കോൺഗ്രസ് പശ്ചാത്തലമാണ് ഗ്രൗണ്ട് മൊത്തം. പിന്നെ യാക്കോബായ സമുദായത്തിൽ നല്ല വോട്ടുള്ള സ്ഥലമാണ്. തദ്ദേശ ഭരണത്തിൽ കാണിച്ചിട്ടുണ്ട്. അതായത് രാജമോഹൻ ചേട്ടാ, നമുക്കിനി കുന്നത്തനാട് മണ്ഡലത്തിലെ ഒരു കണക്കൊന്ന് പരിശോധിച്ചാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ 55,888 വോട്ടാണ് UDF-ന് കിട്ടിയത്. 43,014 വോട്ടാണ് LDF-ന് കിട്ടിയത്. 7,788 വോട്ട് BJPക്ക് കിട്ടി. 5,176 വോട്ട് മറ്റുള്ളവർ. 2020 50,712 വോട്ട് 2020 പിടിച്ചു. ഇനി ലോക്സഭയിലേക്ക് വരികയാണെങ്കിൽ ലോക്സഭയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബെന്നി ബെഹനാന് 13,434 വോട്ടിൻ്റെ ലീഡ് കുന്നത്തനാട് മാത്രം ഉണ്ടായിരുന്നു. അതായത് ആ ട്രെൻഡ് മാറിയിട്ടുണ്ട്. ആ ട്രെൻഡ് ഇനിയും അപ്പോൾ ഈ അവിടുത്തെ ട്രെൻഡ് മാറിക്കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ തദ്ദേശത്തിലെ കമ്പയർ ചെയ്യുമ്പോൾ 5,000 വോട്ടിന് ഇപ്പോഴും UDF ലീഡാണ് അവിടെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വേണമെങ്കിൽ ഇപ്പോൾ ഈ തദ്ദേശം നടക്കുന്നവർ ഇയാൾ മാറിയിട്ടില്ല. ഇങ്ങനെ മാറാതെ UDF-ൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ, അങ്ങനെ ഒരു അലയൻസിനെ ശ്രമിച്ചാണ് UDF-ൻ്റെ കൂടെ നിൽക്കാനായിട്ട്. ചില അണ്ടർസ്റ്റാൻഡിങ് അവിടെ ഉണ്ടാവുകയും ചില പഞ്ചായത്തുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പ്രസിഡന്റ് സ്ഥാനത്തിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. ആ അലയൻസ് പൊട്ടിച്ചുകൊണ്ടാണ് സാബു ഇങ്ങോട്ട്. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ യാക്കോബായ സമുദായത്തിന് നല്ല സ്വാധീനമുണ്ട്. അതുപോലെ പല പോക്കറ്റുകളിലും മുസ്ലിം സമുദായത്തിനും നല്ല സ്വാധീനമുണ്ട്. ഈ യാക്കോബായ സമുദായവും മുസ്ലിം സമുദായവും സാബുവിൻ്റെ NDA പ്രവേശനത്തിനോട് എതിർപ്പുണ്ട്. ശക്തമായ വികാരം സാബുവിനെതിരെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, സാബുവിനെതിരെയുള്ള വികാരത്തെ മറികടക്കാനായിട്ട് BJPയുടെ സഹായം സാധിക്കുമോ? അവിടെയാണ് പ്രശ്നം. അതാണ് അപ്പോൾ സാബു കണക്ക് കൂട്ടുന്നത് BJPയുടെ സാബുവും കൂടെ ചേരുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. സാബുവിനെ കൂട്ടത്തിൽ കൂട്ടുന്ന വഴി BJP ഉദ്ദേശിക്കുന്നത് കുന്നത്തനാട്ടിലെ അല്ലെങ്കിൽ കിഴക്കമ്പലത്തെ വിജയം മാത്രമല്ല, മറിച്ച് വ്യവസായത്തെ വികസനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന BJPയുടെ നയത്തിനെ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ഏജൻറ്റ് മാത്രമായിട്ടാണ് സാബുവിനെ അവർ കൂട്ടിയിരിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ ബിഹേവിയറായിട്ടല്ല. കാരണം കിഴക്കമ്പലത്ത് മാത്രമായിട്ട് BJPക്ക് ഒന്നും നേടാനില്ല. 7,000 വോട്ടേ BJPക്ക് ഉള്ളൂ. അപ്പോൾ പൊളിറ്റിക്കൽ ഹെവി വെയിറ്റ് ആയിട്ടല്ല സാബുവിനെ BJPയോട് ചേർത്തിരിക്കുന്നത്, 2020 ചേർത്തിരിക്കുന്നത്. മറിച്ച് വികസനത്തിൻ്റെ പുതിയ കമ്പനി, പുതിയ വ്യവസായം ഓരോ സ്ഥലത്തും ചേർക്കും. ഇപ്പോൾ കോഴിക്കോട് നിന്നിട്ട് VKC മുഹമ്മദ് ഭായി ചേർത്താൽ മുഹമ്മദ് ഭായി വേണം ചേർക്കത്തില്ലേ? കാരണം അവർക്കൊക്കെ ഈ പ്രശ്നമുണ്ട്. GSTയുടെ പ്രശ്നമുണ്ട്. അവരൊക്കെ എക്സ്പോർട്ടേഴ്സ് കൂടിയ ഫെമയുടെ പ്രശ്നം ഇല്ലാത്ത ഒരു എക്സ്പോർട്ടറും കാണിയില്ല. ആ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ പാലിക്കാൻ ഇവർക്ക് പലർക്കും പറ്റാറില്ല.
അങ്ങനെ പല കച്ചവടത്തിൽ നടക്കുന്ന പരിപാടികൾ. സാബു അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാബു ചെയ്യുന്ന തെറ്റ് തന്നെ ഇവിടെ പല ആൾക്കാർ ഇവിടുന്ന് എക്സ്പോർട്ടിങ് ബിസിനസ്സുള്ള, അത് സ്വർണ്ണക്കടത്ത കച്ചവടക്കാരാണെങ്കിലും ജൗളിക്കട കച്ചവടക്കാരാണെങ്കിലും എന്തിനാ അരി കയറ്റി അയക്കുന്നവർ ഇതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാബു പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ സാബുവിനെ കൊണ്ടുള്ള ആവശ്യം, സാബു കേരളത്തിലൊരു പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഒരു ഫുട്ബോൾ ഉണ്ടാക്കി. സാബു ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞ ഒരു 1.5-2 വർഷം മുമ്പ് തൻ്റെ പുതിയ വ്യവസായങ്ങൾ തുടങ്ങാൻ സർക്കാർ അനുവാദം തരുന്നില്ല, അനാവശ്യമായ റെയ്ഡും മറ്റും നടത്തുന്നു, താൻ തെലങ്കാനയിലേക്കോ മറ്റു സംസ്ഥാനങ്ങളിലേക്കോ തെലങ്കാനയിൽ പോയി എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തെലങ്കാനയിൽ പോയപ്പോൾ ഒരു പ്രശ്നം എന്താണ്, തെലങ്കാനയിൽ നിന്ന് പോയ അതുകൊണ്ടാണ് UDF ആയിട്ട് ചേരാൻ ഇങ്ങനെ പകുതി ആലോചിച്ചത്. തെലങ്കാന കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. അതെ. അപ്പോൾ അവിടുത്തെ ബെനിഫിറ്റ് വേണം. അപ്പോൾ അതിനേക്കാൾ വലിയ ഓഫർ ആര് കൊടുത്തു? BJP കൊടുത്തു. അപ്പോൾ തെലങ്കാനയിലെ ഇവർ ഭരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ അലയൻസ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ വരെ നടന്നത്, അവിടെ കേന്ദ്രീകരിച്ചാണ് നടന്നത്. അപ്പോൾ നാളെ BJP അതിനേക്കാൾ വലിയ ഓഫർ കൊടുത്തപ്പോൾ ഉറപ്പായിട്ടും സാബുവിൻ്റെ മനസ്സ് മാറി കാണണം. അത് തന്നെയായിരിക്കണം കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കിപ്പോൾ ചർച്ച അവസാനിപ്പിക്കാം. സാബു BJPയിലേക്ക് രാജീവ് ചന്ദ്രശേഖരനിലേക്ക് പോയി. പിറ്റേ ദിവസം സാബു രാജീവ് ചന്ദ്രശേഖരനുമായിട്ട് സംയുക്തമായി വാർത്താ സമ്മേളനം നടത്തിയ പിറ്റേ ദിവസം നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തിയപ്പോൾ മുൻനിര സീറ്റിൽ തന്നെ സാബു ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇതൊരു ED അന്വേഷണം ശ്രീലേഖയ്ക്ക് കൊടുക്കാത്ത സീറ്റാണ് സാബുവിന് കൊടുത്തത്. ശ്രീലേഖ കയറ്റിയില്ല, ആദ്യം കയറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, തീർച്ചയായിട്ടും ഒരു ED പേടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സാബു വിട്ടതെന്ന് നമുക്ക് ഈ അവസാന നിമിഷത്തിൽ പറയാൻ പറ്റുമോ? ED പേടി മാത്രമല്ല, ഇങ്ങനത്തെ രാഷ്ട്രീയ മോഹങ്ങളിലൂടെയാണ് ED പേടി. ഇവിടെ അങ്ങനെയാണ് എത്രയോ എല്ലാവരും അവിടെ ചേരിയല്ലേ, BJP ചേരിയല്ലേ, എത്രയോ യൂസഫലി ഉൾപ്പെടെയുള്ളവർ BJP ചേരിയല്ലേ. ED പേടി ഉണ്ടെങ്കിൽ പേടിയല്ല പ്രശ്നം. ഇവിടെ സാബുവിന് രാഷ്ട്രീയ മോഹങ്ങളുണ്ട്, പ്രകടമായ രാഷ്ട്രീയ മോഹമുണ്ട്. പഞ്ചായത്ത് മെമ്പർ, ഭരണം, അധികാരമൊക്കെ. കാരണം ഞാനിത് പറയാൻ കാരണം, സാബു താഴെത്തട്ടിലുള്ള പ്രവർത്തകരോടോ നേതാക്കന്മാരോടോ ഒരു ചർച്ച പോലും നടത്താതെയാണ് സാബു BJPയുടെ ഭാഗമായത്. സ്വാഭാവികമായിട്ടും അണികളുടെ വികാരം മനസ്സിലാക്കാതെ സാബു പോയത് തീർച്ചയായിട്ടും EDയെ ഭയന്നിട്ട് തന്നെയാണെന്ന് നമുക്ക് ഈ അവസരത്തിൽ അത് പറയാൻ പറ്റിയില്ല. കാരണം അണികളുടെ വികാരം നോക്കി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ദൈവം തമ്മിലെ വിചാരിച്ച് കേരളത്തിലുണ്ടെന്ന് പറയാൻ പറ്റുമോ? ജോസ് കെ മാണി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അണികളുടെ വികാരം അനുസരിച്ചാണ്. എങ്കിൽ പോലും വേറെ കാര്യമുണ്ട്, അവർക്ക് സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ട് എന്ന് പറയട്ടെ. സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ട്. മാത്രമല്ല മതമേലധ്യക്ഷന്മാർ, ക്രിസ്ത്യൻ പുരോഹിതന്മാർ ഇവരുടെയൊക്കെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കിന് മാറുന്നതെന്നാണ് നമുക്ക് മനസ്സിലായത്. ഇപ്പം അഥവാ UDFയിലേക്ക് വന്നാൽ അങ്ങനെയാണ് നമുക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നത് മാധ്യമങ്ങൾ. അല്ല, ഞാൻ അതാ പറഞ്ഞത്. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ വിയാക്ക് ആവശ്യം ജോസ് കെ മാണിക്ക് മതമേലധ്യക്ഷന്മാരാണ് ബന്ധമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സാബു ജേക്കബിന് ആവശ്യം പൈസ ഉണ്ടാക്കുന്ന ബിസിനസ്സും എക്സ്പോർട്ട് ലൈസൻസ് അങ്ങനെയുള്ള അത്തരം ലൈസൻസുകളൊക്കെ അത്തരം കാര്യങ്ങൾ ഇയാൾക്ക് കാര്യം. അപ്പോൾ ഇയാൾ അതിൻ്റെ പെരുമാറുന്നു, ഇദ്ദേഹം രണ്ടും മാറ്റം ജനങ്ങളുമായിട്ട് ആലോചിക്കുക, സാധാരണ പ്രവർത്തകരായിട്ട് ആലോചിക്കാതെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന കാര്യം, കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ കൈവശമുള്ള എല്ലാ മെഷീനറിയും ഉപയോഗിക്കും. ED ആണ്, ED, CBI ആണ്, CBI റവന്യൂ ഇൻ്റലിജൻസ് ആണ്, അത് എൻഫോഴ്സ്മെൻ്റ് ആണ്. അവരെല്ലാം ഉപയോഗിച്ച് ആരെയൊക്കെ കീഴ്പ്പെടുത്താൻ പറ്റുമോ കീഴ്പ്പെടുത്തുകയും 10 വോട്ട് കിട്ടാൻ പറ്റുന്ന രീതിയിൽ കീഴ്പ്പെടുത്തുകയും ഇവിടുത്തെ BJP രണ്ട് കാര്യം, വോട്ട് കിട്ടിയില്ലെങ്കിലും പാർട്ടിക്ക് ഡൊണേഷൻ കിട്ടും, രണ്ട് കാര്യങ്ങളിലും സാധിക്കും. ആ രീതിയിൽ പാർട്ടിയെ സംഘടിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരാനുള്ള BJPയുടെ ശ്രമം മാത്രത്തെ. ഇന്നിപ്പോൾ രാവിലെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സാബുവിനെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയത്. കാരണം ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ പേടിച്ച് തന്നെയാണ് സാബു പോയത് എന്നൊക്കെ രീതിയിലും സാബുവിൻ്റെ NDA പ്രവേശനത്തേക്കുള്ള നീക്കത്തിനെതിരെയൊക്കെ DCC പ്രസിഡന്റ് രൂക്ഷമായ ഭാഷയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടറിലും അതുണ്ടായിരുന്നു, മാതൃഭൂമി ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ചർച്ച അതൊരു പ്രധാന കാരണമായിരിക്കാം. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ചർച്ച എന്തായാലും ഈ കുന്നത്തുനാട് ഇനി ഈ അസംബ്ലിയിൽ UDF സ്ഥാനാർത്ഥിയായി VP സജീന്ദ്രനോ അല്ലെങ്കിൽ UDFൻ്റെ ആര് വന്നാലും ഒരു ഈസി വാക്കോവർ ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ പ്രതീക്ഷിക്കാം.